പുതിയ പ്രസിഡന്റ് വന്നു, പുതിയ സംവിധാനങ്ങൾ വന്നു. പുതിയ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കും. മാത്രമല്ല, വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ പുതിയ നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. ഏതായാലും അല്പം വൈകിയാണെങ്കിലും പുതിയ ഭാരവാഹി പട്ടിക വന്നത് സ്വാഗതാർഹമാണ്. അല്ല, ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുതിയ കമ്മിറ്റി പ്രസിഡൻ്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അവിൻ വർക്കിയാണെങ്കിലും എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരിപ്പോൾ ഒരു എല്ലാ രംഗത്തും ഉണ്ടല്ലോ വർക്കിംഗ് പ്രസിഡന്റുമാർ. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ മോശമാക്കണ്ട, അത് ഇരിക്കട്ടെ. യാത്ര തീർച്ചയായിട്ടും ശബരിമല സംരക്ഷണ യാത്ര ഈ കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികൾക്ക്, ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം എല്ലാ കാലത്തും പാർട്ടി നിന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നയമാണ്. ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നയമാണ് പാർട്ടിക്കുള്ളത്. ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോൾ 7 മണിക്കൂറോളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി അന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതും അന്നും ഇതുപോലെ മേഖലാ യാത്രകൾ നടത്തുകയുണ്ടായി. ഇന്നിപ്പോൾ ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും അപഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം. ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് 4 മേഖലകളിലായിട്ട് ഇന്ന് ആരംഭിക്കുന്നത്. ആ സമൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. കാരണം ED സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം, അത് ഏത് വിഷയത്തിനാണ്, ലാവലിൻ്റെ വിഷയത്തിലാണോ അതോ ലൈഫിൻ്റെ ആണോ, അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹമാണല്ലോ നല്ല പറയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, എന്തിനാണ് ED നോട്ടീസ് അയച്ചത്? അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായിപ്പോയി? ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകന് മുമ്പിൽ എന്താണ് EDക്കൊരു നിശബ്ദത? ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 2023 ഫെബ്രുവരിയിൽ അയച്ച EDയുടെ സമൻസിന് എന്ത് സംഭവിച്ചു? അതാണ് ജനം ചോദിക്കുന്നത്. അത് അറിയണ്ടേ? ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയായ CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP തമ്മിൽ ധാരണയുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ED ഇത്ര ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അനുമതിയുണ്ട്. സൗദിയിലേക്ക് അനുമതി ഇല്ല എന്ന് അതും കിട്ടും. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട്. അതാണ് ഈ EDയുടെ സമൻസ് ആവിയായി പോയത്. അതായത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രതികരണം ED നോട്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, മകനും മകൾക്കും മരുമകനും ഒക്കെ എതിരെ ED നോട്ടീസ് എന്നുള്ളത് ആരോപണം ആയിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ഒരു ട്രോളായിട്ട് ഇപ്പോൾ തിരിച്ച് കറങ്ങുന്നുണ്ട്. അല്ല, EDനെ കുറിച്ച് ഞങ്ങൾക്ക് അന്നും ഇന്നും വിശ്വാസമില്ല. ED കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുകാണ്. പക്ഷേ ഇവിടെ ആ ചട്ടുകം വെച്ച് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് നോക്കുന്നത്. ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണെങ്കിലും ഏത് യോഗത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നത് ഒരു നേതാവെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പിണറായി വിജയനാണ്. നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് ഞാൻ പോലും അദ്ദേഹത്തിന് മുമ്പിൽ തോറ്റുപോയി എന്നാവും. അല്ല, ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റത്തിനെ പാർട്ടി അനുകൂലിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത്
ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ചിലർ പാർട്ടിയെ പറ്റി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷെ അധിക്ഷേപത്തിന് പാവം ജീവനക്കാരെ കരുവാക്കരുതെന്ന് മാത്രം. മുരളിയേട്ടാ, ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഐ ഗ്രൂപ്പിന് വലിയ അതിർത്തി ഉണ്ട് എന്നുള്ള രീതിക്കുള്ള ഇപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടി 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പഴയ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ബിൻ വർഗീസ് സംസ്ഥാന അധ്യക്ഷനാക്കാനായിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ശ്രമം. എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. പക്ഷേ എല്ലാം കൂടെ ഒരു സമന്വയത്തിലെത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ തീരുമാനം വന്നിട്ടില്ല. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്.